നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. വെക്ടർ ഇൻ്റഗ്രേഷൻ ആണ് മൊഡ്യൂളിൻ്റെ പേര്. അപ്പോൾ അതിലെ ഫസ്റ്റ് സെക്ഷൻ നമുക്ക് ലൈൻ ഇൻ്റഗ്രൽസ് ആണ്. വെക്ടർ ഇൻ്റഗ്രേഷൻ്റെ ആ ബേസിക് ആണ് ആ ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ജനറലൈസേഷൻ ആണ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? അപ്പോൾ നമുക്കൊരു XY പ്ലെയിനിലൊരു കർവ് ഉണ്ടെങ്കിൽ ആ കർവ് അതിൻ്റെ ഡൊമെയിൻ കാണിക്കുന്ന ഇവിടെ X ആക്സിസിലാണ് ഡൊമെയിൻ ഉണ്ടാവുക. അതിൻ്റെ മുകളിലായിട്ട് കർവ് ഇങ്ങനെ നമ്മൾ പ്ലെയിനിൽ ഇങ്ങനെ വരയ്ക്കും അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ x=a മുതൽ x=b വരെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഇൻ്റഗ്രൽ a to b f(x) dx എന്നാണ്. അതിൻ്റെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ അറിയാമല്ലോ. നമുക്ക് കിട്ടുന്ന ഏരിയ അണ്ടർ ദ കർവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് x=a മുതൽ x=a ആ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർവ്, നമ്മുടെ ഫംഗ്ഷൻ ഒരു കർവിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ ഡൊമെയിനകത്തിലൊരു കർവ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കർവിലൂടെ ഈ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ കർവ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പേര് ലൈൻ ഇൻ്റഗ്രൽ എന്നാവും. ഓക്കെ, വി റെപ്രസെൻറ്റ് ദ കർവ് ക്യാപിറ്റൽ C ബൈ എ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ വെക്ടർ R of t is equal to x of t, y of t, z of t equal to x of t into y plus y of t into j plus z of t into k. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ C എന്ന് പറയുന്ന ഒരു കർവ് ഉണ്ട്. അതിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. a less than equal to t less than equal to b. We call capital C the path of integration. ഇപ്പോൾ ക്യാപിറ്റൽ സിനെ നമ്മൾ വിളിക്കുന്നതിൻ്റെ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നാണ്. ഓക്കെ, വെക്ടർ ആർ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? വെക്ടർ ആർ ഓഫ് ടിയുടെ തുടക്കത്തിലുള്ള പോയിന്റ്, അതായത് ടി എ തൊട്ട് ബി വരെയല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന കർവിൻ്റെ പോർഷനിൽ ടി a=b വരെയുള്ള ആ കർവിൻ്റെ പോർഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വെക്ടർ ആർ ഓഫ് എനെ നമ്മൾ ഇനീഷ്യൽ പോയിന്റ് എന്ന് വിളിക്കും. പിന്നെ ഇനി ഈ ടി എന്ന് പറയുന്ന a തൊട്ട് ബി വരെ പോകുമ്പോൾ വെക്ടർ ആർ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ ആർ ഓഫ് എ മുതൽ വെക്ടർ ആർ ഓഫ് ബി വരെയാണ് പോകുന്നതെങ്കിൽ നമ്മളതിനെ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് വിളിക്കും. സിയുടെ ഡയറക്ഷൻ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. അതിന് ഡയറക്ഷൻ ഉണ്ട്. അതായത് ഈ പാരാമീറ്റർ വേരി ചെയ്യുന്നതിനനുസരിച്ച് കർവിലൂടെ എങ്ങനെയാണ് കർവിൻ്റെ ഓരോരോ പോയിന്റുകൾ ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ ഏത് ഡയറക്ഷനിലാണെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്ത് തന്നെയാണ് വരുന്നതെങ്കിൽ അതിനെ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് വിളിക്കും. ഇനി ഒരു ക്ലോസ്ഡ് പാത്ത് എന്താണ്? അടുത്ത ഫിഗർ 2 കണ്ടോ, ക്ലോസ്ഡ് പാത്താണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും കോയിൻസൈഡ് ചെയ്ത് വരുന്നതാണ് നമ്മുടെ ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുന്നത്. ഇനി ഒരു സ്മൂത്ത് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോമെട്രിക്കൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് ക്രോസ് ചെയ്ത് വരാൻ പാടില്ല. അതായത് നമ്പർ 8 നിങ്ങൾ ആ ഒരു കർവായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അതൊരിടത്ത് ചെന്നിട്ട് കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ സ്മൂത്ത് എന്ന് വിളിക്കില്ല. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ടാൻജൻറ്റ് വെക്ടർ ഓരോ പോയിന്റിലും ഉണ്ടായിരിക്കും. അപ്പോൾ അത് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്ന ഒരു ടാൻജൻറ്റ് വെക്ടറാണ്. അതാണ് നമ്മുടെ സ്മൂത്ത് കർവ്. ഇനി ലൈൻ ഇൻ്റഗ്രൽ ഇൻ 3 സ്പേസ്. ലൈൻ ഇൻ്റഗ്രൽ എന്താണ്? അപ്പോൾ നോക്കിക്കേ, അവിടെ ഒരു ഫിഗർ 3 കാണിച്ചിരിക്കുന്നത് കണ്ടോ. ആ ഫിഗർ 3ൽ നമുക്കൊരു കർവ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്തപ്പോഴും നമ്മൾ ഇതേപോലെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് നമ്മൾ x=a മുതൽ x=b വരെയാണെങ്കിൽ നമ്മൾ ഈ കർവിൻ്റെ പോർഷൻ, ഇങ്ങേ അറ്റത്തുള്ള പോർഷൻ പോയിന്റിൽ നിന്ന് എയിലേക്ക്, താഴത്തെ എയിലേക്ക് ജോയിൻ ചെയ്യും. അങ്ങേയറ്റത്ത് പോയിന്റിൽ നിന്ന് താഴത്തെ ബിയിലേക്ക് ജോയിൻ ചെയ്യും. എന്നിട്ട് ഇതിനെ പാർട്ടീഷൻ ചെയ്യും. ഈക്വൽ ഡിസ്റ്റൻസ് ഉപയോഗിച്ചിട്ട് പാർട്ടീഷൻ ചെയ്യുന്നു. പാർട്ടീഷൻ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സബ് ഡിവിഷൻ എടുക്കുന്നു. സബ് ഡിവിഷൻ നമ്മളവിടെ പറയാം. സബ് ഡിവിഷനകത്തുനിന്ന് ഒരു പോയിന്റ് ചൂസ് ചെയ്തു. ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ എടുക്കുന്നു. ഈ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഹൈറ്റ് ആണ് വരുന്നത്, ആവറേജ് ഹൈറ്റ് ആണ് വരുന്നത് അതിനകത്തിലെ. അപ്പം അതേ ഇൻറ്റു പിന്നെ ആ സബ് ഡിവിഷൻ്റെ ലെങ്ത്ത്, ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എല്ലാത്തിൻ്റെയും കൂടെ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് സം ചെയ്യും. എന്നിട്ട് ഇതിനെ n→∞ കൊടുക്കുമ്പോഴത്തേനും കിട്ടുന്നതിനെയാണ് നമ്മൾ അവിടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ a to b f(x) dx എന്ന് വിളിച്ചത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ അണ്ടർ ദ കർവ് ആയിരിക്കും കിട്ടുക എന്ന് പഠിച്ചു. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഈ കർവിലൂടെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കർവിലെ നമ്മൾ ചെറിയ ചെറിയ സബ് ആർക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം Δsk ആണ് ആ ചെറിയ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഡൊമൈൻ contains the curve C given vector R of t is equal to g of t into y plus h of t into j less than equal to t less than equal to b. We partition the curve into a finite number of subarcs. The typical subarc has length Δsk. In each subarc we choose a point xk, yk and form the
സം എസ് എൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ കെ ഇസ് ഈക്വൽ ടു 1 to n എഫ് ഓഫ് എക്സ് കെ വൈ കെ ഇൻറ്റു ഡെൽറ്റ എസ് കെ. അപ്പം നമ്മൾ ഇതിനിടയിലുള്ള ഒരു ചെറിയൊരു സബ് ഡിവിഷൻ എടുത്തു. അതിനകത്തുള്ളൊരു പോയിൻ്റ് എക്സ് കെ വൈക്ക് ഇസഡ് കെ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 3 സ്പേസിലെ ആയതുകൊണ്ടാണ്. 2 സ്പേസ് ആണെങ്കിൽ അവിടെ എക്സ് കെ വൈക്ക് മാത്രമല്ലേ വരുള്ളൂ. അപ്പോൾ അതിലെ ആ ചെറിയ അതിലെ ഫംഗ്ഷൻ വാല്യൂ ആണ് എഫ് ഓഫ് എക്സ് കെ വൈക്ക്. അതേ ഇൻറ്റു നമ്മുടെ അതിൻ്റെ ലെങ്ത്, ആ കർവിൻ്റെ ലെങ്ത് ആണ് ഡെൽറ്റ എസ് കെ. അത് എസ് എൻ ഇൻറ്റു ഈ സമ്മിനെ നമ്മൾ എസ് എൻ എന്ന് കാണിക്കും. എസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ, ഇപ്പോൾ പറഞ്ഞത് എഫ് ഓഫ് എക്സ് കെ വൈ കെ ഇസഡ് കെ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. 3 സ്പേസിലാണെങ്കിൽ എഫ് ഓഫ് എക്സ് കെ വൈ കെ ഇസഡ് കെ ഇൻറ്റു ഡെൽറ്റ എസ് കെ. എന്നിട്ട് ഇതെല്ലാം n എണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കൂടെ സം ചെയ്യണം. എന്നിട്ട് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഇൻ്റഗ്രൽ ഓഫ് എഫ് along the curve from A to B. ഞാൻ വായിക്കാം. ലൈൻ ഇൻ്റഗ്രൽ ഇൻ 3 സ്പേസ്. Suppose that f of x, y, z is a function whose domain contain a curve vector r of t is equal to g of t into a plus h of t into j plus k of t into k, a less than equal to t less than equal to b. We partition the curve into a finite we partition the arc into a finite number of sub-arcs. The typical subarc has length delta sk. In each subarc, we choose a point xk, yk, zk and form the sum Sn is equal to summation k is equal to 1 to n f of xk, yk, zk into delta sk. If f is continuous and the function g, h and k have continuous partial derivatives, then the sums into approach a limit as n increases and the lengths delta sk approach 0. We call this limit the integral of f along the curve from A to B. If the curve is denoted by a single letter capital C, for example, the notation for the integral is integral over c f of x y z ds equal to limit n tends to infinity summation t k is equal to 1 to n f of xk, yk, zk into delta sk, and read the integral of f along c. ലൈൻ ഇൻ്റഗ്രൽ ഇൻ 2 സ്പേസ് വരുമ്പോൾ ഇതെന്താ എക്സ് കെ വൈ കെ എന്ന് മാത്രമേ വരുള്ളൂ. The sums in the above expression approach a limit as n increases and lengths delta sk approach 0. We call this limit the integral of f over the curve from A to B and is denoted by integral over c f of xy ds. അപ്പം ആ സെൻറ്റൻസ് ടു ഇൻഫിനിറ്റി അതിനൊരു വാല്യൂയിലേക്ക് അത് അപ്രോച്ച് ചെയ്യും. ആ വാല്യൂവിനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ദ കർവ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത്. ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എസ്. ഏരിയ സെപ്റ്റ് ബൈ വെർട്ടിക്കൽ ലൈൻ സെഗ്മെൻറ്റ് ദാറ്റ് മൂവ്സ് എലോങ് എ കർവ്. അപ്പം ഇതിന് ജോമെട്രിക്കൽ മീനിങ് ആണ് അടുത്ത് പറയുന്നത്. ലെറ്റ് സി ബി എ സ്മൂത്ത് കർവ് ദാറ്റ് എക്സ്റ്റെൻഡ്സ് ബിറ്റ്വീൻ 2 points in xy plane in the xy plane and let f of xy be continuous and non-negative on C. The area of the sheet that is swept out by the vertical line segment that extends upward from the point xy to a height f of xy and moves along C from one endpoint to the other is given by capital A is equal to integral over C f of xy ds. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സി എന്ന് പറയുന്ന കർവിലൂടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഫങ്ഷൻ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിയിൽ നമ്മളൊരു കമ്പ്, അതായത് കമ്പെന്ന് പറഞ്ഞാൽ ഒരു കമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, എന്തെങ്കിലും സ്ട്രെയിറ്റ് ലൈൻ കുത്തി നിർത്തി എന്ന് വിചാരിക്കുക. ആ കർവിലൂടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തുടങ്ങുന്ന ഭാഗത്ത് ഫങ്ഷൻ വാല്യൂവിൻ്റെ ഹൈറ്റിൻ്റെ അത്രയും ഉള്ള ഒരു കമ്പ് അല്ലെങ്കിൽ ഒരു സംഭവം കുത്തി നിർത്തി. എന്നിട്ട് ഇത് ഇങ്ങനെ, അതായത് ഭിത്തി കെട്ടിയ പോലെ വിചാരിക്കുക. ഈ കർവിലൂടെ നമ്മളൊരു ഭിത്തി കെട്ടിയിരിക്കുന്ന പോലെ വിചാരിക്കുക. അപ്പോൾ ഈ ഭിത്തിയുടെ ഏരിയയാണ് ശരിക്കും നമ്മൾ കിട്ടുന്നത്. മനസ്സിലായോ? അതിനെ നമ്മൾ ക്യാപിറ്റൽ കൊണ്ട് ഡിനോട്ട് ചെയ്യും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓഫ് സി എഫ് ഓഫ് എക്സ് വൈ ഡി എസ്. അതിനെയാണ് ഈ ഷീറ്റ് എന്ന് വിളിച്ചിരിക്കുന്നത്, ഏരിയ ഓഫ് ദി ഷീറ്റ്. ഭിത്തി എന്ന് പറയുമ്പം അതിനെന്താണ്, അതിനൊരു തിക്നെസ് ഉണ്ട്. അപ്പോൾ ഇവിടെ തിക്നെസ് ഇല്ല, കാരണം ഇത് കർവല്ലേ. അപ്പോൾ അതിന് ഭിത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്നെസ് കുറഞ്ഞ ഭിത്തി നിങ്ങൾ സങ്കല്പിക്കുക. അതായത് ഒരു പേപ്പർ കനത്തിലുള്ളൊരു ഭിത്തി, അതിൻ്റെ ഏരിയ ആണ് ഈ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് ഇൻ്റഗ്രൽ ഓഫ് സി എഫ് ഓഫ് എക്സ് ഡി എസ്. എക്സെപ്റ്റ് ഇൻ സിമ്പിൾ കേസ് ഇറ്റ് വിൽ നോട്ട് ബി ഫീസിബിൾ ടു ഇവാലുവേറ്റ് എ ലൈൻ ഇൻ്റഗ്രൽ ഡയറക്ട്ലി ഫ്രം
ഓർഡിനറി ഡെഫിനിറ്റ് ഇൻറ്റഗ്രലായിട്ട് നമ്മൾ എങ്ങനെയാണ് അടുത്തത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. ഇവാലുവേറ്റിംഗ് ലൈൻ ഇൻറ്റഗ്രൽ. സപ്പോസ് ദ കർവ് സി ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി പാരാമെട്രിക് ഇക്വേഷൻസ്. അപ്പോൾ കർവ് സിയുടെ പാരാമെട്രിക് ഇക്വേഷൻ കൊടുത്തിരിക്കുന്നു. ദെൻ ഇൻറ്റഗ്രൽ ഓർ സി എഫ് ഓഫ് എക്സ് വൈസ് ഡി എസ് ഇസ് ഈക്വൽ ടു. അപ്പോൾ അതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ലൈൻ ഇൻറ്റഗ്രൽ. അപ്പോൾ അതിനെ ഡെഫിനിറ്റിലേക്ക് മാറ്റി ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി സെഡ് ഓഫ് ടി ഇൻറ്റു റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി സെഡ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ടി. Okay, special case when t is an arc length parameter, say t is equal to s, it follows that root of dx by dt the whole square plus dy by dt the whole square plus dz by dt the whole square equal to 1, and hence the above simplifies to integral over c f of x y z ds is equal to integral a to b f of x of s y of s z of s into ds. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് കാണും. അത് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി സെഡ് ഓഫ് ടി ഇൻറ്റു റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി സെഡ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ടി. സ്പെഷ്യൽ കേസ് ടി എന്ന് പറയുന്ന ആർക്ക് ലെങ്ത് പാരാമീറ്റർ ആണെങ്കിൽ ടി എന്ന് പറയുന്നത് എന്താ, എസ് തന്നെയാണ്. എസ് ആണ് നമ്മൾ ആർക്ക് ലെങ്ത് പാരാമീറ്റർ ആയിട്ട് കാണിക്കുന്നത്. ഇറ്റ് ഫോളോസ് ദാറ്റ് റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി സെഡ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 കിട്ടും. ആൻഡ് ഹെൻസ് ദി എബോവ് സിംപ്ലിഫൈസ് ടു ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് എസ് വൈ ഓഫ് എസ് സെഡ് ഓഫ് എസ്. അതായത് ടി ഈക്വൽ ടു എസ് ആകുമ്പോഴാണ് ആ റൂട്ട് എന്താവും, നമുക്ക് 1 കിട്ടും. അതെന്ന് പറയുന്നത് ഈക്വൽ ടു നമുക്ക് 1 കിട്ടുമ്പോൾ അവിടെ ഇൻറ്റു നമുക്ക് ഡി എസ് എന്ന് എഴുതിയാൽ മതി. Into space the above formula are given by integral over c f of x y integral over c f of x y ds is equal to integral a to b f of x of t y of t the root of dx by dt the whole square plus dy by dt the whole square into dt. Integral over c f of x y ds is equal to integral a to b f of x of s comma y of s into ds. അപ്പോൾ ഈ ഡി എസ് ആണ് ശരിക്കും റൂട്ട് ഓഫ് നമ്മുടെ ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ടി. അടുത്തത് എക്സാമ്പിൾ നോക്കുക. വാലുവേറ്റ് ദ ഇൻറ്റഗ്രൽ ഓർ സി 1 പ്ലസ് എക്സ് വൈ സ്ക്വയർ ഡി എസ് ഫ്രം 0 0 to 1 2 along the line segment c that is represented by the parametric equations x equal to t y equal to 2t 0 understandable t less than equal to 1. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് തുടങ്ങുക. അപ്പോൾ ഈ പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് ചോദിക്കുക, എങ്ങനെ ചെയ്യും എന്നറിഞ്ഞാൽ മതി. ഇൻറ്റഗ്രൽ ഓവർ സി 1 പ്ലസ് എക്സ് വൈ സ്ക്വയർ ഡി എസ് ഇസ് ഈക്വൽ ടു. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി എവിടം തൊട്ട് എവിടം വരെ, ടി 0 തൊട്ട് 1 വരെ, ഇൻറ്റഗ്രൽ 0 to 1 1 പ്ലസ് എക്സ് ഈക്വൽ ടു ടി ആണ്. അപ്പോൾ ടി എ ഇൻറ്റു വൈ സ്ക്വയർ എന്താ 4t സ്ക്വയർ ഇൻറ്റു ഇനി റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ടി ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 1 പ്ലസ് 4t³ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. അതിൻ്റെ രണ്ടിൻ്റെ കൂടെ സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട് 5 ഇൻറ്റു ഡി ടി എന്ന് കിട്ടും. ഈക്വൽ ടു റൂട്ട് 5 ഇൻറ്റു ഇൻ്റഗ്രേറ്റ് ചെയ്യാം 1 ഡി ടിയുടെ ടി ആണ് പ്ലസ് 4 ഇൻറ്റു t³ ടി ക്യൂവിൻ്റെ ടി റേസ് ടു 4/4 ആണ്. അപ്പോൾ ടി റേസ് ടു 4 വരും. 0 to 1 നമുക്ക് ലിമിറ്റ് കൊടുക്കുമ്പോൾ അതിന് 2√5 എന്ന് കിട്ടും. അടുത്തത് എക്സാമ്പിൾ 2. ഇവാലുവേറ്റ് ദി ഇൻറ്റഗ്രൽ ഓവർ സി എക്സ് വൈ പ്ലസ് സെഡ് ക്യൂബ് ഇൻറ്റു ഡി എസ് ഫ്രം 1 0 0 to -1 0 pi along the helix c that is represented by the parametric equations x equal to cos t, y equal to sin t, z equal to t, 0 less than equal to t less than equal to pi. Integral over c x y plus z cube ds is equal to, നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റഗ്രൽ 0 to pi കൊടുക്കുക, എക്സ് കൊടുക്കുക, വൈ കൊടുക്കുക, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റു റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി സെഡ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ടി ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to pi cos t sin t പ്ലസ് ടി ക്യൂബ് ഇൻറ്റു റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി എന്താ മൈനസ് സൈൻ ഡി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ടിയുടെ സ്ക്വയർ പ്ലസ് ഡി സെഡ് ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്ക്വയർ ഇൻറ്റു ഡി ടി ഈക്വൽ ടു
നമുക്ക് √2 എന്ന് കിട്ടും. √2 ഇൻ്റഗ്രൽ 0 to π cos t sin t പ്ലസ് ടി ക്യൂബ് ഇൻറ്റു ഡി ടി ഈക്വൽ ടു √2 ഇൻറ്റു കോസ് ഇൻ്റഗ്രൽ സൈൻ ടി കോസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ 2 പ്ലസ് ടി ക്യൂബിൻ്റെ എന്താണ് t⁴/4 0 to π ഈക്വൽ ടു √2 π ക്യൂബ് ഡിവൈഡഡ് ബൈ 4. അടുത്തത് ഇതേപോലെയുള്ളൂ. അടുത്തത് മാസ് ഓഫ് എ വയർ ആസ് എ ലൈൻ ഇൻ്റഗ്രൽ. കൺസിഡർ ആൻ ഐഡിയൽ തിൻ വയർ ഇൻ 2 space or 3 space that is bent in the shape of a curve C. If the mass density function is given by delta, then mass of the wire is capital M is equal to integral over C delta f x y ds. 3 സ്പേസിൽ വരികയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി ഡെൽറ്റ എക്സ് വൈ സെഡ് ഡി എസ്. അപ്പോൾ നമുക്കൊരു തിൻ വയറുണ്ട് 2 or 3 സ്പേസിലാണ്. അപ്പോൾ അതിനെ ഒരു കർവിൻ്റെ ഷേപ്പിൽ ബെൻഡ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാസ് ഡെൻസിറ്റി ഫംഗ്ഷൻ ഡെൽറ്റ ആണെങ്കിൽ അതിൻ്റെ മാസ് അങ്ങനെ കണ്ടുപിടിക്കുക. എം ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി ഡെൽറ്റ എഫ് എക്സ് വൈ ഇൻറ്റു ഡി എസ്. എം ഇസ് ഈക്വൽ ടു അടുത്ത ഇൻ്റഗ്രൽ ഓവർ സി ഡെൽറ്റ എക്സ് വൈ സെഡ് ഇൻറ്റു ഡി എസ്. അടുത്ത എക്സാമ്പിൾ, എ കോയിൽ സ്പ്രിംഗ് ലൈൻസ് എലോങ് ദി ഹെലിക്സ്. Vector R of t is equal to cos 40 into I plus sin 40 into j plus t into k 0 less than equal to t less than equal to 2 pi. The spring's density is a constant. Delta is equal to 1. Find the spring's mass. അപ്പോൾ ഹെലിക്സിൻ്റെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡെൽറ്റ 1 ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ മാസ് കണ്ടുപിടിക്കണം. ഇപ്പോൾ √dx/dt² പ്ലസ് d/dt² പ്ലസ് dz/dt² ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിക്കുമ്പം എക്സ് കോസ് ടി വൈ സൈൻ ടി ഇസഡ് ടി ആണ്. ഡെറിവേറ്റീവ് എടുത്ത് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് √17 എന്ന് കിട്ടും. ഡി എസ് ഇസ് ഈക്വൽ ടു √17 ഇൻറ്റു ഡി ടി. ആൻഡ് സിൻസ് ഡെൽറ്റ എഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു ഡെൽറ്റ ഈക്വൽ ടു 1, നമുക്ക് ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ദി ഹെലിക്സ് ആണല്ലോ ടു ഡെൽറ്റ ഡി എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഹെലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 0 to 2 π ആണ് അതിൻ്റെ ഹെലിക്സിൻ്റെ. കോയിൽ സ്പ്രിംഗ് ലൈസ് എലോങ് ദി ഹെലിക്സ് ആണ്. അതിൻ്റെ ടി 0 തൊട്ട് 2 π അല്ലേ. അപ്പോൾ 0 to 2 π കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഡെൽറ്റ എന്താണ് 1 ആണ് ഇൻറ്റു റൂട്ടിലുള്ളത് √17 ഇൻറ്റു ഡി ടി. ഇപ്പോൾ 2 π √17 എന്ന് കിട്ടും. അടുത്തത്, സപ്പോസ് ദാറ്റ് സെമി സർക്കുലർ വയർ ഹാസ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ മാസ് ഡെൻസിറ്റി ഡെൽറ്റ എഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. ഫിസിക്കലി ദിസ് മീൻസ് ദാറ്റ് ദ വയർ ഹാസ് എ മാക്സിമം ഡെൻസിറ്റി 15 units at the point y equal to 0 and that the density of the wire decreases linearly with respect to y to a value of 10 units at the top. Y is equal to 5. Find the mass of the wire. Mass m of the wire can be expressed as the line integral. നമുക്ക് അതിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എം ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി ഡെൽറ്റ ഫിക്സ് ബൈ ഡി എസ് ആണെന്നറിയാം. ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി ഡെൽറ്റ കൊടുക്കുന്നു ഡി എസ് എലോങ് ദി സെമി സർക്കിൾ സി. സെമി സർക്കിൾ ആണല്ലോ. സപ്പോസ് ദാറ്റ് സെമി സർക്കിൾ വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടു ഇവാലുവേറ്റ് ദിസ് ഇൻ്റഗ്രൽ വി വിൽ എക്സ്പ്രസ് സി പാരാമെട്രിക്കലി ആസ്. അപ്പം പാരാമെട്രിക് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിതുവരെ ചെയ്തത്. അപ്പം സിയുടേത് പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എക്സ് ഈക്വൽ ടു 5. അതായത് ഒരു ആർ റേഡിയസ് ആണെങ്കിൽ നമ്മൾ എക്സ് ഈക്വൽ ടു ആർ കോസ് ടി, വൈ ഈക്വൽ ടു ആർ സൈൻ ടി. ടിയുടേത് 0 ലെസ് ആണെങ്കിൽ ടി ലെസ് ആണെങ്കിൽ 2 π കൊടുക്കുമ്പോൾ ഒരു ഫുൾ സർക്കിൾ കിട്ടും 6 റേഡിയസും ആണെങ്കിൽ. ഇവിടെ നിന്ന് വന്നാൽ സെമി സർക്കിളാണ്. അപ്പോൾ 0 to 2 π മതി. അപ്പോൾ ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി ഡെൽറ്റ കൊടുക്കുന്നു 15 - y ഇൻറ്റു ഡി എസ്. ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √dx/dt² പ്ലസ് dy/dt² ഇൻറ്റു ഡി ടി ആണ്. ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π. വാല്യൂസ് എല്ലാം കൊടുക്കുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഫൈനൽ ആൻസർ 75 π - 15 എന്ന് കിട്ടും. അടുത്തത്, ആർക്ക് ലെങ്ത് ആസ് എ ലൈൻ ഇൻ്റഗ്രൽ. തിയറം 1, if capital C is a smooth parametric curve in 2 space or 3 space, then its arc length capital can be expressed as. ഇപ്പോൾ സി എന്ന് പറയുന്ന ഒരു കർവ് ഉണ്ട് 2 അല്ലെങ്കിൽ 3 സ്പേസിലെ.
ആർക്ക് ലെങ്തിൽ നമ്മൾ ക്യാപിറ്റൽ സിഗൽ ഇൻ്റഗ്രൽ ഓവർ സി ഡി എസ് എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇൻ ദി ഫിസിക്കൽ കേസസ് വേർ എഫ് ഓഫ് എക്സ് വൈ ആൻഡ് എഫ് ഓഫ് എക്സ് വൈ സെറ്റ് ആർ ഫോർമുലാസ് 9 and 7 become integral over c ds is equal to integral a to b root of dx by dt the whole square plus dy by dt the whole square into dt. സി എന്ന് പറയുന്നൊരു കർവ്, പാരാമെട്രിക് കർവ്, 2 സ്പേസ് 3 സ്പേസ്. എൻ്റെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സിഗൽ ഇൻ്റഗ്രൽ ഓവർ സി ഡി എസ് ആണ്. ഡി എസ് എന്താണെന്നറിയില്ല, റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി ടി ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ടി ആണ്. അത് 3 സ്പേസ് ആണെങ്കിൽ ഒരെണ്ണം കൂടെ വരും, ഡി സെഡ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ടിയും കൂടെ വരും. ഹവർ ഇൻ്റഗ്രൽസ് ഓൺ ദി റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി equations represent the arc length of C. This completes the proof. അടുത്ത ലൈൻ ഇൻ്റഗ്രൽസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ആൻഡ് ഇസഡ്. If we replace delta sk by delta xk is equal to xk plus 1 minus xk in integral over c f of x y z dz. ഇതിലൊന്നും അത്ര കാര്യമില്ല. ഇത്ര അറിഞ്ഞാൽ മതി അവിടെ കണ്ടിരിക്കുന്നത്. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഇൻറ്റു എക്സ് ഡാഷ് ഓഫ് ടി ഡി ടി. അപ്പോൾ ഡി എക്സ് വരുവാണെങ്കിൽ എക്സ് ഡാഷ് ഓഫ് ടി ഡി ടി കൊടുക്കുക. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് ഡി വൈ ആണെങ്കിൽ അതിന് വൈ ഡാഷ് ഓഫ് ടി ഡി ടി കൊടുക്കുക. കാരണം വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഓഫ് ടി ആണല്ലോ, അപ്പോൾ ഡി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഡാഷ് ഓഫ് ടി ഡി ടി. 3 സ്പേസ് വരുവാണെങ്കിൽ ഇങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ എൻ്റെ എക്സാമ്പിൾ ഇൻ്റഗ്രൽ ഓവർ സി 2xy dx പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ എലോങ് ദി സർക്കുലർ ആർക്ക് സി ഗിവൺ ബൈ എക്സ് ഈക്വൽ ടു കോസ് ടി വൈ ഈക്വൽ ടു സൈൻ ടി 0 ലെസ് ആണെങ്കിൽ ടി ലെസ് ആണെങ്കിൽ π/2.